ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ. അപ്പൊ ആദ്യത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അപ്പോ ഈ എഡിറ്റോറിയൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ അമേരിക്കയിൽ വരുന്നു. അമേരിക്കയുടെ കോൺഗ്രസിന് അദ്ദേഹം അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും അമേരിക്കയിലെ കോൺഗ്രസ്മെൻ എണീറ്റ് നിന്ന് കൈയടിക്കുന്ന വിഷ്വൽസ് ആണ് നമ്മൾ ഇന്നലേക്കുള്ള ന്യൂസ് പേപ്പേഴ്സിൽ കണ്ടത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്പൊ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം ഇതിന് ഈ എഡിറ്റോറിയൽ പറയാത്തൊരു കാര്യം ഞാൻ പറയുന്നത്, ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. കാരണം ലോകത്തിലെ ഡിസാസ്ട്രസ് ആയിട്ടുള്ള രണ്ട് യുദ്ധങ്ങൾ, ഒന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധവും രണ്ടാമത്തത് യുക്രൈൻ റഷ്യ യുദ്ധവും. അതിലെ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള കോൺസിക്വൻസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം സൃഷ്ടിച്ച നഷ്ടങ്ങൾ, ജീവനുകൾ ഒക്കെ വന്ന നഷ്ടങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ വാസസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു. അവിടുത്തെ ഫുൾ ആ ഒരു എൻക്ലേവ്, ഗാസ എന്ന് പറയുന്ന എൻക്ലേവ് പട്ടിണിയിലായി, പോവർട്ടിയിലായി. അതേസമയത്ത് റഷ്യ യുക്രൈൻ അറ്റാക്ക് ചെയ്തപ്പോൾ അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ചില പ്രദേശങ്ങളിൽ മാത്രമാണ് അതിന്റെ കോൺസിക്വൻസസ് ഉണ്ടായത്. പക്ഷെ അത് ഗ്ലോബൽ കോൺസിക്വൻസസ് ഉണ്ടായി. ഒബിയസ്ലി ഞാൻ പറയുന്നു, ഇൻഫ്ലേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ രണ്ട് യുദ്ധങ്ങളെ ഒരേ രീതിയിലല്ല ഈ വെസ്റ്റേൺ കൺട്രീസ് കൺസിഡർ ചെയ്യുന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് അമേരിക്കയിൽ കിട്ടുന്ന റിസപ്ഷൻ. രണ്ടും ഒന്നുപോലെ വിമർശിക്കപ്പെടേണ്ടതല്ലേ? രണ്ട് യുദ്ധങ്ങളും രണ്ടിലടുത്തും ജീവനല്ലേ പൊലിയുന്നത്? പക്ഷേ ഇവരെന്താണ് ചെയ്യുന്നത്? ഇവര് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇൻവൈറ്റ് ചെയ്ത് അവരുടെ അമേരിക്കൻ കോൺഗ്രസിൽ കൊണ്ടുവന്ന് സ്പീച്ച് നടത്തിക്കുന്നു. എണീറ്റ് നിന്ന് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കും കൈയടിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് നോക്കാം, അമേരിക്കയിൽ ഇത്തരത്തിൽ പാർലമെന്റിന്റെ അകത്ത്, അമേരിക്കൻ പാർലമെന്റ്, അമേരിക്കൻ കോൺഗ്രസ് എന്നറിയപ്പെടുന്ന അതിന്റെ അകത്ത് ഇവർക്ക് ഇദ്ദേഹത്തിന് വലിയ റിസപ്ഷനായി കിട്ടിയെങ്കിലും വെളിയിൽ അദ്ദേഹത്തിനെതിരെ വലിയ പ്രൊട്ടസ്റ്റുകൾ, സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവുന്നു. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ അമേരിക്ക വിസിറ്റിനെതിരെ, അമേരിക്കയിലെ കോൺഗ്രസിനെ അഡ്രസ് ചെയ്യുന്നതിനെതിരെ. അപ്പൊ ഇതിലിവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഗാസ വാറിൽ ഇതുവരെ സംഭവിച്ചതെന്നാണ്. ഏതാണ്ട് 39,000 പാലസ്റ്റീനിയൻസ്, മെജോറിറ്റി ഓഫ് ദം ആർ ചിൽഡ്രൻ ആൻഡ് വിമൻ, അവർ കൊല്ലപ്പെടുന്നു ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസിനെ കാരണം കൊണ്ട്. 10 മാസമായി യുദ്ധം തുടരുന്നു. 90ഓളം പാലസ്റ്റീനിയൻസ് വലിയ മുറിവേൽക്കുന്നു. എന്നിട്ട് എൻറ്റയർ പോപ്പുലേഷനും ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു അവരുടെ ഡ്വെല്ലിങ്സ് നിന്ന്. ഒരു തവണയല്ല, മൾട്ടിപ്പിൾ ടൈംസ്. ഒരു തവണ അവര് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ആൾക്കാർ തിരിച്ചു വരുമ്പോൾ അവരെ വീണ്ടും അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ പിന്നീട് പ്രൈവറ്റ് ചാരിറ്റി പ്രവർത്തിക്കുന്ന ചാരിറ്റി ഓർഗനൈസേഷനിലുള്ള ആൾക്കാർ, അതുപോലെ UNAID വർക്കേഴ്സ്, ഹോസ്പിറ്റൽസ്, ആംബുലൻസസ്, ഈവൻ ടെന്റ് ക്യാമ്പ്സ് വരെ അറ്റാക്ക് ചെയ്യപ്പെടുന്നു. ഗാസ ഫുൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് കയ്യേറുന്നു. അവിടെ ഇനഫ് ഫുഡ് കൊടുക്കുന്നില്ല, വാട്ടർ കൊടുക്കുന്നില്ല, മെഡിസിൻ കൊടുക്കുന്നില്ല. എൻറ്റയർ പോപ്പുലേഷനും പട്ടിണിയിലാവുന്നു. UN റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു ഇത് തെറ്റാണ്, ഇത് അവസാനിപ്പിക്കേണ്ടതാണെന്ന്. കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് തന്നെ ഇസ്രായേലിന് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള പേരിൽ 2 റെസല്യൂഷൻസ് UN പാസ്സാക്കുന്നു. അതുപോലെ ഇസ്രായേലിനെതിരെ ജീനോസൈഡൽ ആയിട്ടുള്ള വംശഹത്യാപരമായിട്ടുള്ള ആക്ട് ആണ് നടത്തുന്നുള്ള പേരിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസില്, ICJ-യില്, UNന്റെ കോർട്ടായ ICJ-യില് കേസ് നടക്കുന്നു. അതേപോലെ ICC, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടുന്ന ഇസ്രായേലി അഡ്മിനിസ്ട്രേഷനെയും ഹമാസിന്റെ ടോപ്പ് ലീഡർഷിപ്പിനെയും വാർ ക്രിമിനൽസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ച് പറയുന്നു. ആ സമയത്താണ് US-ന്റെ ലോ മേക്കേഴ്സ് ഇസ്രായേലി പ്രൈം മിനിസ്റ്ററിനെ വിളിച്ചുകൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ സ്പീച്ചിലെ ഓരോ സെന്റൻസസിനും എണീറ്റ് നിന്ന് കൈയടിക്കുന്നത്. അപ്പോ US-ന്റെ ഇത്രയും വലിയ മോറൽ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കൽ പോലും ഇസ്രായേലിന് ഇത്തരത്തിലൊരു വിനാശകാരിയായ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇസ്രായേലിന് വേണ്ട ആയുധങ്ങൾ കൊടുത്തും അതായത് പണം, മണി കൊടുത്തും സംരക്ഷിക്കുന്നത് US ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇസ്രായേലിന് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള തിരിച്ചടിക്കുള്ള അവകാശമുണ്ടായിരുന്നു. 1200ഓളം ഇസ്രായേലികളെ October 7 അറ്റാക്കില് ഹമാസ് കൊല്ലുകയാണ്. കുറെ പേരെ അവര് ക്യാപ്റ്റിവിറ്റിയിൽ, അതായത് ബന്ദികളാക്കി മാറ്റുകയാണ്. അപ്പൊ തിരിച്ചടിക്കാമായിരുന്നു. പക്ഷെ മര്യാദകൾ പാലിച്ചുകൊണ്ട്, വാറിൽ പാലിക്കേണ്ട കുറെ ഇന്റർനാഷണൽ മര്യാദകളുണ്ട്, അത് പാലിക്കാതെയാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഹമാസിനെ ഫൈറ്റ് ചെയ്യുന്നുള്ള പേരിൽ ഇസ്രായേൽ എൻറ്റയർ പാലസ്തീൻ പോപ്പുലേഷനെയും പണിഷ് ചെയ്യാണ്. അതിനുള്ള അവകാശം അവർക്ക് ഇല്ല. അപ്പോ ഈ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പറയാറുണ്ട്, ചെയ്യണം, എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതിൽ ഇസ്രായേലിനെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും അമേരിക്ക ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം.
അപ്പൊ എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള മിലിറ്ററി അസിസ്റ്റൻസും കൊടുക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കയില് ഭരണമാറ്റം ഉണ്ടാവുമ്പോൾ ഈ സപ്പോർട്ട് കൂടുതൽ സ്ട്രോങ് ആവാനേ സാധ്യതയുള്ള ട്രംപ് അറിയപ്പെടുന്ന ഒരു ഇസ്രായേലി പക്ഷപാതിയാണ്. എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ലാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ആ പോയിന്റ്, ദ വെൽക്കം മിസ്റ്റർ നെതന്യാഹു റിസീവ്ഡ് അറ്റ് കോൺഗ്രസ് ഷോസ് ദാറ്റ് ഹി ഹാസ് ദ സപ്പോർട്ട് ഓഫ് ദ എലീറ്റ്സ്. അതായത് അവിടുത്തെ അമേരിക്കയിലെ എലീറ്റ് സൊസൈറ്റിയുടെ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ബട്ട് ദ പ്രൊട്ടസ്റ്റ് ഓൺ ദ സ്ട്രീറ്റ്സ് ആൻഡ് the dissenting voices even among lawmakers suggest that the national consensus on Israel is eroding in the US എന്നാണ്. അതായത് എലീറ്റ് ക്ലാസിന്റെ ഇടയിൽ ഇസ്രായേലിന് വലിയ സപ്പോർട്ട്, മാസീവ് സപ്പോർട്ട് ഉണ്ട്. പക്ഷെ അതേ സമയത്ത് സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റുകൾ കാണിക്കുന്ന അവിടുത്തെ ലോ മേക്കേഴ്സിന്റെ ഇടയിൽ തന്നെ ഇസ്രായേലിനെതിരെ ഡിസെൻഡിങ് വോയിസസ് ഒക്കെ ഉണ്ടാകുന്നത് അമേരിക്കയിൽ ഒരു കൺസെൻസസ് ഒന്നുമില്ല ഇസ്രായേലിന്റെ ഈ ഇസ്രായേൽ ചെയ്യുന്ന ആക്ഷൻസിൽ ഒരു കൺസെൻസസ് സപ്പോർട്ട് ഒന്നും അവിടെ ഇല്ല. ആ ഒരു സപ്പോർട്ട് ഇറോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് കാണിക്കുന്നതെന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ, ഞാൻ രണ്ടാമത്തെ എഡിറ്റോറിയലാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. അത് ഒരു നല്ല എഡിറ്റോറിയലായിട്ട് തോന്നുന്നുണ്ട് ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇനി ഒന്നാമത്തെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യാം. ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ഈ എഡിറ്റോറിയല് ഞാൻ ഇന്നലെ ഇതിന്റെ മാറ്റർ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വീഡിയോ ഡിസ്കസ് ചെയ്ത സമയത്ത് ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങളത് ആ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾ ആ മാറ്റർ കണ്ടു കാണും. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട്, മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1957. ഇതൊരു സെൻട്രൽ ലോ ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിയമമാണ്. മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1957. ഈ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾക്ക് അവരുടെ റിസോഴ്സസ് ആയിട്ടുള്ള മിനറൽസ്, ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് പോലുള്ള സ്റ്റേറ്റുകളിൽ അവർക്ക് ആവശ്യം പോലെ പല പല മിനറൽസ് ഉണ്ട്. ആ മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതില് ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്ത് ആ ടാക്സ് അവർക്ക് വരുമാനം കിട്ടി അവിടുത്തെ വെൽഫെയർ മെഷേഴ്സ് നടപ്പാക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാല് അവിടെ ടാക്സേഷൻ സ്റ്റേറ്റുകളുടെ പ്രൊറോഗേറ്റീവില് അല്ലായിരുന്നു. ഈ പറഞ്ഞ റിസോഴ്സസ് കംപ്ലീറ്റ് നേഷന്റെ കയ്യിലിരിക്കുന്ന ഇതിലായിരുന്നു ഈ ഒരു ആക്ട് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത്, പക്ഷേ സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഈ ഒരു സംഭവത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റേറ്റുകളുടെ കുറെ സ്റ്റേറ്റുകളുടെ ചലഞ്ച് ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു വാദം അംഗീകരിച്ചു. 9 പേരുള്ള ജഡ്ജിമാരുള്ള ബെഞ്ചായിരുന്നു. അതിൽ 8-1 ഈ ബെഞ്ച് സ്റ്റേറ്റുകൾക്ക് ഈ മിനറൽസിന്റെ കാര്യത്തില് അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നവരുടെ മിനറൽ റിസോഴ്സസിന്റെ കാര്യത്തിൽ ടാക്സേഷനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞു. കാരണം എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം സ്റ്റേറ്റിന്റെ പെറോഗേറ്റീവിൽ വരുന്നതാണ്. അതിന് ഫണ്ടിങ് വേണ്ടേ? ആ ഫണ്ടിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലെ മിനറൽ റിച്ച് ആയിട്ടുള്ള മിക്ക സ്റ്റേറ്റുകളും ഇപ്പോഴും പെർ ക്യാപിറ്റ ഇൻകം പോലുള്ള കാര്യങ്ങൾ എടുത്താൽ ഇന്ത്യയിലെ പുവറസ്റ്റ് സ്റ്റേറ്റുകളുടെ കൂട്ടത്തിലാണ്. അതൊരു കോൺട്രഡിക്ഷൻ ആണ്. നമ്മളുടെ കയ്യിൽ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ സ്വത്തുണ്ട്, പക്ഷെ നമ്മൾ പൂർ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയല്ലേ. അതിന് കാരണം ഇങ്ങനെയുള്ള നിയമങ്ങൾ ആണ് എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ ആക്ടിന്റെ തന്നെ എൻട്രി 50 എന്ന് പറയുന്നൊരു സംഭവം വഴി സ്റ്റേറ്റുകൾക്ക് ഈ മിനറൽ റൈറ്റ്സിന് മുകളിലൊരു റൈറ്റ് ഒക്കെ ഉണ്ടെങ്കിലും ആ റൈറ്റ് പോലും ലിമിറ്റേഷൻ, ആ റൈറ്റ് പാർലമെന്റ് ഉണ്ടാക്കുന്ന അതാത് സമയത്ത് ഉണ്ടാക്കുന്ന അമെന്റ്മെന്റുകളുടെ ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ എടുത്ത് മാറ്റിയത്. ഓക്കെ, അപ്പോ എന്തായാലും DY ചന്ദ്രചൂഡ് ആയിരുന്നു നമ്മളുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു ഈ ബെഞ്ചിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതിനകത്ത് ഓൾറെഡി ഇപ്പൊ സ്റ്റേറ്റുകൾക്ക് റോയൽറ്റി കളക്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അപ്പൊ ആ റോയൽറ്റി മതി, ആ റോയൽറ്റി ടാക്സിന് തുല്യമാണെന്നുള്ള രീതിയിലൊരു സ്റ്റാൻഡാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്തത്. പക്ഷേ റോയൽറ്റി എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ മാത്രമാണ്, ഒരു കോൺട്രാക്ടിന്റെ ഭാഗമായിട്ടാണ് റോയൽറ്റി കിട്ടുന്നത്. അതൊരിക്കലും ടാക്സ് എന്ന് പറഞ്ഞൊരു സംഭവമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്റ്റേറ്റുകൾക്ക് റോയൽറ്റി കളക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ടാക്സും കളക്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അൺഇക്യുവക്കലായിട്ട് അവര് പ്രസ്താവിച്ചിരിക്കുകയാണ്. ഓക്കെ, പിന്നെ പിന്നീട് അതിൽ പറയാൻ എന്താണുള്ളത്? പക്ഷെ ഇതില് ഞാൻ പറഞ്ഞ 8-1 ഈ സ്റ്റേറ്റുകളുടെ അവകാശം സുപ്രീം കോടതി അംഗീകരിച്ചു കൊടുത്തത്. അതായത് ഒരു ജഡ്ജി ഡിസെൻഡിങ് വോയിസ് ആയിരുന്നു. അതായത് ഒരു ജഡ്ജി ഇങ്ങനെ സ്റ്റേറ്റുകൾക്ക് അവകാശം കൊടുക്കുന്നതിന് എതിരായിരുന്നു ടാക്സേഷനുള്ള അവകാശം ഈ മിനറൽസിന്റെ മുകളിൽ. ആ ജഡ്ജിന്റെ പേര് BV നാഗരത്ന എന്നാണ്. BV നാഗരത്ന. അവരുടെ പേര് പഠിക്കാനല്ല ഇത് പറഞ്ഞത്. അവര് ഡിസെൻഡിങ് നോട്ട് എഴുതിയുള്ളൊരു കാര്യമുണ്ട്. അവര് പറയുന്ന വെച്ചാല്
ഈ സ്റ്റേറ്റുകൾക്കും കൂടെ ഇതിന്റെ മുകളിൽ ടാക്സേഷൻ ചുമത്താനുള്ള ഒരു അവകാശം വരുമ്പോൾ ഈ ഒരു മത്സരം വരും സ്റ്റേറ്റിന്റെയും സെന്ററിന്റെ ഇടയിൽ മാക്സിമം ഇതിൽ നിന്ന് വരുമാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ടാക്സ് കൂട്ടാൻ. അപ്പൊ സ്റ്റേറ്റും കൂടെ ടാക്സ് ആഡ് ചെയ്യും. സ്റ്റേറ്റും കൂടെ ടാക്സ് ആഡ് ചെയ്യുമ്പോൾ ഈ കൊമേഴ്സ്യലി ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആൾക്കാർ പല പല ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിനറൽസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിന്റെ വില കൂടാൻ സാധ്യതയുണ്ട്. അത് നമ്മളുടെ ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതിൽ സത്യത്തിൽ ഒരു ശരിയും ഉണ്ട്, അതൊരു ശരിയല്ലേ? അപ്പൊ അതിനുള്ള അതെന്താണ് ചെയ്യേണ്ടതെന്ന് ഈ സ്റ്റേറ്റും സെൻറ്ററും ഒക്കെ കൂടി ഒരുമിച്ച് പിന്നെ ഇരുന്ന് ആലോചിച്ച് അതിൽ തീരുമാനം എടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഈ ഒരു വാദം മുൻനിർത്തി സെൻട്രൽ ഗവൺമെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്മളുടെ സുപ്രീം കോടതിയുടെ വിധി മറികടക്കാൻ സെൻട്രൽ ഗവൺമെന്റ് വിചാരിച്ചാൽ പറ്റും. ഇതിനെ സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാൻ വേണ്ടി പാർലമെന്റിൽ ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവന്ന് വീണ്ടും സെൻട്രലിന്റെ കയ്യിൽ തന്നെ ഇതിന്റെ കംപ്ലീറ്റ് ടാക്സേഷനുള്ള അവകാശം ഇരിക്കുന്ന രീതിയിൽ ഒരു നിയമം കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് മുതിരാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു മനസ്സിലാവും. ഇപ്പൊ ഏത് സുപ്രീം കോടതി വിധിയെ വേണമെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മളുടെ പാർലമെന്റിന് അല്ലെങ്കിൽ ലെജിസ്ലേച്ചേഴ്സിനെ മറികടക്കാൻ പറ്റും. ഓക്കെ, പറ്റൂല. അതുകൊണ്ടല്ലേ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സംഭവം തമിഴ്നാട്ടിൽ ബാൻ ചെയ്തപ്പോ തമിഴ്നാടുകാർ വലിയ പ്രശ്നം ഉണ്ടാക്കിയപ്പോ അതിന് സുപ്രീം കോടതിയുടെ വിധിയെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിയമം ഉണ്ടാക്കി തമിഴ്നാട് ഗവൺമെന്റ് ഉണ്ടാക്കി. അത് ഇന്ത്യ ഗവൺമെന്റിനെ കൂടെ കൺകറൻസോടുകൂടി അവിടെ നടപ്പാക്കി. അതുകൊണ്ടല്ലേ അതിന് മറികടക്കാൻ പറ്റും. അങ്ങനെ മറികടക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ മറികടക്കാൻ വേണ്ടി ഒരു നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യനെ ഉണ്ടാക്കിയാലും ആയി ഈ സുപ്രീം കോടതി വിധി. എന്തായാലും വിധി ഇപ്പൊ ഇങ്ങനെയാണ്. ഓക്കെ, പിന്നെ എ ന്യൂ പുഷ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കാണാം ഇവിടെ. എ ന്യൂ പുഷ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ. ഇതെന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാല് ബിംസ്റ്റെക്കിനെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? ബിംസ്റ്റെക്. ബിംസ്റ്റെക് എന്താണെന്ന് ആദ്യം ഞാൻ പറയാം. ബേ ഓഫ് ബംഗാൾ, അതാണ് ബി, ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കോണമിക് കോഓപ്പറേഷൻ. ബിംസ്റ്റെക് എന്താണ്? ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ, ബിംസ്റ്റെക്. 1997 ഈ സംഭവം രൂപീകരിക്കപ്പെടുന്നത്. ബിംസ്റ്റെക് എന്ന് പറഞ്ഞാല് 7 മെമ്പേഴ്സ് ആണ് അതിലുള്ളത്. 7 മെമ്പേഴ്സ്. ഹെഡ്ക്വാർട്ടേഴ്സ് ധാക്ക. ധാക്ക എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, ബംഗ്ലാദേശി ക്യാപിറ്റൽ. ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ ധാക്ക ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള 7 മെമ്പേഴ്സ് ഉള്ള 1997 രൂപീകരിക്കപ്പെട്ട ഓർഗനൈസേഷൻ ആണ് ബിംസ്റ്റെക്. ബിംസ്റ്റെക്കില് 7 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 5 എണ്ണം സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളാണ്. അതായത് ഇന്ത്യ സൗത്ത് ഏഷ്യൻ റീജിയനുള്ളതാണ്. അപ്പൊ ആ 5 സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഈ ബിംസ്റ്റെക്കിലുള്ളത് നോക്കാം. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക. 5 ആയല്ലേ? ഇനി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഇത് 5 സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളാണ്. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ഇന്ത്യ, ശ്രീലങ്ക. ഇനി സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ആസിയാൻ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുണ്ട്. ആസിയാൻ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. അതിൽ 10 രാജ്യങ്ങളാണ് ഉള്ളത് ആസിയാനില്, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിൽ. ആ 10 രാജ്യങ്ങൾ ഇതിലില്ല. ബിംസ്റ്റെക്കിലുള്ള അതിൽ 2 രാജ്യങ്ങളേ ഉള്ളൂ, മ്യാൻമറും തായ്ലൻഡും. ഏതൊക്കെയാണ്? മ്യാൻമറും തായ്ലൻഡും. അപ്പോ മൊത്തം 7 രാജ്യങ്ങൾ: ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, ഇന്ത്യ, ദെൻ തായ്ലൻഡ് ആൻഡ് മ്യാൻമർ. അപ്പൊ ഈ ബിംസ്റ്റെക്കിന് കൂടുതൽ പ്രാധാന്യം കൈവന്നിരിക്കുന്ന ഒരു കാലഘട്ടം ആണ് ഇപ്പോൾ. ഈ ബേ ഓഫ് ബംഗാളിലുള്ള രാജ്യങ്ങളാണ് 7 രാജ്യങ്ങളും ബേ ഓഫ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ആൻഡ് ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ എന്ന പേര് വന്നത്. എന്തുകൊണ്ട് ഈ ബിംസ്റ്റെക്കിന് ഇപ്പൊ കൂടുതൽ പ്രാധാന്യം വന്നെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ഇന്ത്യ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ആദ്യത്തെ ഗ്രൂപ്പ് സാർക്ക് ആണ്. സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ. സാർക്ക് എന്താണ്? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ. ഇന്ത്യ സൗത്ത് ഏഷ്യൻ രാജ്യമാണ്. സോ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ ആണ് ഇന്ത്യക്ക് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ. ബട്ട് ദ പ്രോബ്ലം ഈസ് in SAARC there are 8 countries are there. Out of them 1 country is Pakistan. Because of the presence of Pakistan, India is not able to effectively take forward many of our policy initiatives for South Asian region through this SAARC. ഈ സാർക്ക് വഴി ഇന്ത്യക്ക് പല പോളിസി ഇനിഷ്യേറ്റീവ്സും സൗത്ത് ഏഷ്യക്ക് വേണ്ടി നടപ്പാക്കി എടുക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് അവർ എനിമി നേഷൻ പാകിസ്ഥാൻ. സോ അത് മാത്രമല്ല, 2016 ഇന്ത്യക്കെതിരെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായപ്പോൾ പാകിസ്ഥാനിൽ വെച്ച് നടക്കേണ്ട സാർക്ക് മീറ്റിംഗിനെ ഇന്ത്യ ബഹിഷ്കരിച്ചു.
In 2016, the SAARC meeting was scheduled at Pakistan, but at the same time, Pakistan-based terrorist organizations conducted a terrorist strike in India by protesting in that particular act of terrorism by state-sponsored outfits of Pakistan. India decided to boycott that SAARC meeting. 2016. അപ്പൊ ഇന്ത്യ അതിൽ പങ്കെടുക്കാത്തതുകൊണ്ട് ഒരുപാട് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനും ഭൂട്ടാനും മാൽദീവ്സും എല്ലാം ഇതിലുണ്ട്, സാർക്കിലുണ്ട്, ശ്രീലങ്കയും ഒക്കെ, അവരെല്ലാം അതിനെ ബോയ്ക്കോട്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ആ മീറ്റിംഗ് നടന്നില്ല. 2016 ശേഷം പിന്നെ ഒരിക്കൽ പോലും സാർക്ക് മീറ്റിംഗ് നടന്നില്ല. അപ്പൊ സാർക്ക് വാസ് ഇഫക്റ്റീവ്ലി സൈഡ് ലൈൻ ബൈ ഇന്ത്യ ബിക്കോസ് സാർക്ക് ഇന്ത്യ ഇസ് ദ ബിഗ്ഗസ്റ്റ് നേഷൻ ആൻഡ് ഇന്ത്യ ഡിസൈഡഡ് ടു സൈഡ് സ്റ്റെപ്പ് സാർക്ക്. അപ്പൊ സാർക്ക് ഡിസ്ഫങ്ഷനിലായപ്പോ അപ്പൊ ആ സാർക്കിന് പകരമാണ് ബിംസ്റ്റെക്കിന് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ നെയ്ബർഹുഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് 2 മെയിൻ ഡിപ്ലോമാറ്റിക് പോളിസീസാ ഉള്ളത്. ഒന്ന് നെയ്ബർഹുഡ് ഫസ്റ്റ്, രണ്ടാമത്തത് ആക്ട് ഈസ്റ്റ്. ഇതിന് രണ്ടിനും ഉതകുന്ന ഓർഗനൈസേഷനാണ് ഏത്? ബിംസ്റ്റെക്. കാരണം എന്തുകൊണ്ടാ? ബിംസ്റ്റെക്കിൽ ഇന്ത്യയുടെ നെയ്ബർഹുഡിലുള്ള രാജ്യങ്ങളെല്ലാം ഉണ്ട്. പ്രധാനപ്പെട്ട ബംഗ്ലാദേശ് ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, ശ്രീലങ്ക ഉണ്ട്, നേപ്പാൾ ഉണ്ട്. മനസ്സിലായോ? അതേ സമയത്ത് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയിലേക്കുള്ള വാതിലായിട്ടും 2 രാജ്യങ്ങളുണ്ട്. ആക്ട് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസിയാൻ രാജ്യങ്ങളായിട്ടുള്ള ബന്ധം ഇംപ്രൂവ് ചെയ്യാനാണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ രാജ്യങ്ങളായിട്ടുള്ള ബന്ധം ഇംപ്രൂവ് ചെയ്യാനാണ് ആക്ട് ഈസ്റ്റ്. അപ്പൊ ആ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ 2 രാജ്യങ്ങളുണ്ട് ഇതില്, മ്യാൻമർ ആൻഡ് തായ്ലൻഡ്. അപ്പൊ മ്യാൻമറും തായ്ലൻഡും അവിടെ ഉള്ളത് കൊണ്ട് ഇന്ത്യക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കുള്ള ഒരു കവാടം ഈ ബിംസ്റ്റെക് വഴി തുറന്നു കിട്ടിയാണ്. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ 2 പോളിസി ഇനിഷ്യേറ്റീവ്സ്, 2 ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ്സ് ആയിട്ടുള്ള നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി, അതുപോലെ ആക്ട് ഈസ്റ്റ് പോളിസി, ഇതിന് 2ന്റെയും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ പോസിബിൾ ആക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ബിംസ്റ്റെക് എന്ന് പറയുന്നത്. അപ്പൊ ആ ബിംസ്റ്റെക് ഇപ്പം നമ്മൾ ഈ ബിംസ്റ്റെക് അതുപോലെ ഇന്ത്യക്ക് സാഗർ എന്ന് പറയുന്ന വേറൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. സാഗർ സെക്യൂരിറ്റി ആൻഡ് സാഗർ SAGAR സാഗർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ എന്നാണ്. സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ സാഗർ എന്ന് പറഞ്ഞാല് ഇത് ഇന്ത്യൻ ഓഷൻ റീജിയൻ ഉള്ള രാജ്യങ്ങൾ, ഇന്ത്യക്ക് ഇന്ത്യൻ ഓഷനുമായിട്ട് ബന്ധപ്പെട്ട അതിർത്തിയിലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷൻ റീജിയനുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കെല്ലാം മാരിടൈം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ് സാഗർ. മാരിടൈം സെക്യൂരിറ്റി എന്ന് പറയുന്നത് കടൽ, ഇത് ഇന്ത്യൻ ഓഷൻ റീജിയൻ എന്ന് പറയുമ്പോൾ ആ രാജ്യങ്ങൾക്കെല്ലാം ഈ കടൽ അതിർത്തികൾ കാണും. അപ്പൊ ആ കടൽ അതിർത്തിയുള്ള രാജ്യങ്ങൾക്കെല്ലാം ചൈന എന്നൊക്കെയുള്ള ത്രെട്ട് ഉണ്ട്. അപ്പോ അത് ഇൻഡോ പസഫിക് മേഖലയിലുള്ള പല രാജ്യങ്ങൾക്കും ചൈനയുടെ ത്രെട്ട് ഉണ്ട്. അപ്പൊ ഈ ആസിയൻ രാജ്യങ്ങൾക്ക് പലർക്കും ചൈനയുടെ ഈ സൗത്ത് ചൈന സീ ഒക്കെ എൻറ്റയർട്ടിയിലും ചൈന ക്ലെയിം ചെയ്യാണ്. സൗത്ത് ചൈന സീ ഒക്കെ ഫുള്ളി ചൈനയുടെ എന്നാ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ചൈനയുടെ ഒരു ത്രെട്ട് ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ നോംസ് റിലേറ്റഡ് ടു സീ ആയിട്ട് ബന്ധപ്പെട്ട ഇന്റർനാഷണൽ നോംസ് എല്ലാം റെസ്പെക്ട് ചെയ്യുക, മാരിടൈം സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക, ഇതൊക്കെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. സാഗർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ് അത് 2015 2015 ഈ ഇനിഷ്യേറ്റീവ് ആയിരുന്നു. അപ്പൊ ആ ഇനിഷ്യേറ്റീവ് നടപ്പാക്കിയെടുക്കാനും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ബിംസ്റ്റെക് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇന്ത്യക്ക് നല്ലതാണ്. അപ്പം ഇതെല്ലാം ഞാനിപ്പോ പറഞ്ഞോണ്ട് വന്നത് ഇതൊക്കെ പറയാൻ കാര്യം, ഈ ബിംസ്റ്റെക്കിന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഇപ്പം ഡൽഹിയിൽ വെച്ച് നടന്നു. ബിംസ്റ്റെക്കിന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഡൽഹിയിൽ വെച്ച് നടന്നു. ആ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഡിസിഷൻസ് ഒക്കെ എടുത്തു. എന്നിട്ട് ഈ വർഷം സെപ്റ്റംബറിൽ ഇതേ ബിംസ്റ്റെക്കിന്റെ രാഷ്ട്രത്തലവന്മാരുടെ, അതായത് നമ്മുടെ നരേന്ദ്രമോദി ഉൾപ്പെടുന്ന രാഷ്ട്രത്തലവന്മാർ ഈ 7 രാജ്യങ്ങളുടെയും പങ്കെടുക്കുന്ന മീറ്റിംഗ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു തായ്ലൻഡിൽ വെച്ചാണെന്ന് തോന്നുന്നു, ചിലപ്പോൾ ഇന്ത്യയിൽ വെച്ചോ ആവാം. അതിന്റെ ഒഫീഷ്യൽ വെന്യൂ ഇതൊക്കെ ഡിസൈഡ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും തായ്ലൻഡിലാവാമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചപ്പം. അപ്പൊ ആ മീറ്റിംഗിൽ എന്തൊക്കെ അജണ്ടകളാണ് ഈ രാഷ്ട്രത്തലവന്മാർ, ഈ വേൾഡ്, ഈ പറഞ്ഞ 7 നേഷൻസിന്റെ ലീഡേഴ്സ് ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കാനാണ് ഈ ഒരു മീറ്റിംഗ് ഇപ്പോൾ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ ബിംസ്റ്റെക് ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ഇന്ത്യയിൽ നടന്നത്. അപ്പൊ അതിൽ അവർ തീരുമാനിച്ച കുറെ അജണ്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് അത്രത്തോളം വലിയ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളത് യൂസിങ് ചിൽഡ്രൻസ് പേഴ്സണൽ ഡേറ്റ ലീഗലി ആൻഡ് സെക്യൂർലി എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. യൂസിങ് ചിൽഡ്രൻസ് പേഴ്സണൽ ഡേറ്റ ലീഗലി ആൻഡ് സെക്യൂർലി. അത് വേറൊന്നും അല്ല, ഇതിൽ പറയുന്നത്
ഇപ്പൊ NEP 2020 ആണല്ലോ ഇന്ത്യയിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ ഇന്ത്യയിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. അത് ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ ചില പ്ലാറ്റ്ഫോംസ് ഇന്ത്യയിൽ ചിൽഡ്രന്റെ ഡേറ്റ ഇഫക്റ്റീവ്ലി നമ്മളുടെ കുട്ടികളുടെ എൻറോൾമെന്റ് റേഷ്യോ, അവരുടെ ഡ്രോപ്പ് ഔട്ട് ഒക്കെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട്, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് അതെല്ലാം കോർഡിനേറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ 1-2 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര് UDISC+ പ്ലാറ്റ്ഫോം എന്നാണ്. വേറൊരു പ്ലാറ്റ്ഫോമിന്റെ പേര് APAAR എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. UDISC+ പ്ലാറ്റ്ഫോമും APAAR പ്ലാറ്റ്ഫോമും. ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ സെൻട്രലൈസ്ഡ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. ഈ പ്ലാറ്റ്ഫോംസിലെല്ലാം നമ്മുടെ സ്റ്റുഡൻസ്, കുഞ്ഞുകുട്ടികളാണ്, അവരുടെ എല്ലാവരുടെയും ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ ഡേറ്റ ചിലപ്പോൾ പല കാര്യങ്ങൾക്കും ആധാർ ആക്ടിന്റെ അടിസ്ഥാനത്താണ്. ഇന്ത്യയിൽ ആധാർ ആക്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ആധാർ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ഇപ്പോഴാണെങ്കിൽ പെർമിഷൻ വേണം ഡേറ്റയൊക്കെ ഷെയർ ചെയ്യാൻ. ഇപ്പൊ നമ്മൾ അതിനുവേണ്ടി ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, DPDP എന്ന് പറയുന്ന നിയമം. DPDP, ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023. ആ ആക്ട് ഒന്ന് പഠിച്ചു വെച്ചാണ് DPDP ആക്ട്. ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് കഴിഞ്ഞ വർഷം വന്ന ആക്ടാണ് 2023. ഈ ആക്ട് പ്രകാരം കൺസെന്റോട് കൂടിയേ ഏത് ഡേറ്റയും ഉപയോഗിക്കാനും സ്റ്റോർ ചെയ്യാനൊക്കെ പാടുള്ളൂ. അപ്പം എന്തായാലും ഇതിൽ ഈ പറഞ്ഞ 2 ഗവൺമെന്റ് പ്ലാറ്റ്ഫോംസ്, UDISC+ പ്ലാറ്റ്ഫോമും APAAR പ്ലാറ്റ്ഫോം, ഈ 2 പ്ലാറ്റ്ഫോം വഴി ആക്സസ് ചെയ്യുന്ന സ്റ്റോർ ചെയ്യുന്ന പല ഡേറ്റകളും പ്രൈവറ്റ് ഏജൻസീസിന് വരെ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഷെയർ ചെയ്യുമ്പം ആ ഡേറ്റ കുട്ടികളുടെ സേഫ് ആയിരിക്കണം. ആ ഡേറ്റ ലീക്ക് ചെയ്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ അതിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അത് വായിച്ചു നോക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജ് എന്ന് പറയുന്നത്. ഇന്ന് എഡിറ്റോറിയൽ പേജ് മാത്രമേ ഉള്ളൂ. OPED പേജിലെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിലെ സാറ്റർഡേയുടെ പ്രത്യേകതയാണല്ലോ, നമുക്കറിയാമല്ലോ അത്. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ മറ്റ് സാധാരണ ന്യൂസുകളെ നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പൊ അതിലേക്കൊക്കെ പോവാം. അതിലേക്ക് പോകുമ്പോ മിനിസ്റ്റർ ഡക്ട് ക്വസ്റ്റ്യൻ ഓൺ ലീഗൽ ഗ്യാരണ്ടി ഫോർ MSP സേസ് ഒപ്പോസിഷൻ. MSP എന്താണ്? മിനിമം സപ്പോർട്ട് പ്രൈസ്. ഇന്ത്യയിലെ ഫാമേഴ്സിന് അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന് ന്യായമായ വില എൻഷുർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു സംവിധാനമാണ് MSP, മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ക്വിന്റലിന് ഇത്ര എന്ന് പറഞ്ഞ എപ്പോഴും ഓരോ ഇപ്പൊ റാബി സീസൺ വരുമ്പോഴും ഖാരിഫ് സീസൺ വരുമ്പോൾ, ഖാരിഫ് സീസണിലാണെങ്കിൽ അതിലെ മെയിൻ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ പാഡിയാണ്. പാഡി എന്നാണ് റൈസ് ഉണ്ടാക്കുന്നത്, നെല്ല്. റാബി സീസണിലാണ് നമ്മളുടെ മറ്റൊരു പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ ക്രോപ്പായ വീറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ വീറ്റ് പാഡി മാത്രമല്ല, ആ സമയത്ത് വേറെ പലതും ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ സമയത്ത് ഓരോ ഖാരിഫ് സീസണിലും ഓരോ റാബി സീസണിലും നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ CCEA എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. CCEA എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. CCEA എന്താണ്? ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. ഈ CCEA ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് അവർക്ക് വേണ്ട ഇൻപുട്ട് കൊടുക്കുന്ന CACP ആണ്. CACP എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസിങ്. CACP എന്താണ്? അവർക്കല്ലേ അറിയാവുള്ളൂ നെല്ലിന് എത്ര വില കൊടുക്കണം, ഗോതമ്പിന് എത്ര വില കൊടുക്കണം. കാര്യം എന്താണ്? ഈ CCA എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള 3-4 മിനിസ്റ്റേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. അപ്പൊ അതിൽ നിർമ്മല സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്റർ കാണും, അമിത് ഷാ കാണും, അങ്ങനെ 3-4 മന്ത്രിമാരും അതിന്റെ അധ്യക്ഷൻ പ്രൈം മിനിസ്റ്റർ. അവർക്ക് എങ്ങനെ അറിയാം വീറ്റിന്റെ വിലയും പാഡിയുടെ വിലയൊക്കെ എങ്ങനെ കൊടുക്കുന്നതാണ് ഫാമേഴ്സിന് റെമ്യൂണറേഷൻ നല്ല രീതിയിൽ കിട്ടുന്നത്? അപ്പൊ അതിന് ഇൻപുട്ട് കൊടുക്കാൻ CACP ഉണ്ട്, കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസ്. അവർ കൊടുക്കുന്ന ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ CCEA MSP ഡിക്ലെയർ ചെയ്യും ഓരോ സീസണിൽ. പക്ഷെ ഈ MSPക്ക് ലീഗൽ ഗ്യാരണ്ടി ഒന്നുമില്ല. ആ ലീഗൽ ഗ്യാരണ്ടി ഫാമേഴ്സിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ അജിറ്റേഷനിൽ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. ഇന്ത്യയുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ. ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ. 219 proposals for High Court judges appointment are being processed center. High Court ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? High Court ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ആരാണ്? പ്രസിഡന്റ് ആണ്. പക്ഷെ അവരുടെ നിയമനമൊക്കെ പ്രോസസ് ചെയ്യുന്ന ലോ മിനിസ്ട്രി ഓഫ് ഇന്ത്യ ആണ്. ലോ മിനിസ്ട്രി ഓഫ് ഇന്ത്യ പ്രോസസ് ചെയ്യുന്ന പേരുകളാണ് പ്രസിഡന്റിന് അയച്ചു കൊടുക്കുന്നത്. പ്രസിഡന്റ് അത് അപ്രൂവ് ചെയ്യുന്നു. പ്രസിഡന്റ് ആണ് അപ്പൊ അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ ഇവരെ പേരുകൾ സെലക്ട് ചെയ്യുന്നത് കൊളീജിയം ആണ്. ആരാണ്? കൊളീജിയം.
കൊളീജിയം എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടിലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 5 ജഡ്ജിമാരുടെ ഒരു ഗ്രൂപ്പാണ് കൊളീജിയം. അവരാണ് ഈ പേര് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് ആർക്ക് അയച്ചു കൊടുക്കും? ലോ മിനിസ്റ്റർക്ക് അയച്ചു കൊടുക്കും. ഇന്ത്യ ഗവൺമെന്റ് ലോ മിനിസ്റ്റർ ഇത് പ്രോസസ് ചെയ്ത് പ്രസിഡന്റിന് അയച്ചു കൊടുക്കും. അപ്പോൾ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുമ്പോൾ 62 വയസ്സ് വരെ ഹൈക്കോടതി ജഡ്ജായിട്ട് അവർക്ക് തുടരാം. 65 ജഡ്ജ് വരെ സുപ്രീം കോടതി ജഡ്ജായിട്ട് അവർക്ക് തുടരാം. അങ്ങനെയാണ്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ PM ഡിഫൻസ് അഗ്നിപത് സ്കീം ഓൺ ആനിവേഴ്സറി ഓഫ് കാർഗിൽ വാർ. കാർഗിൽ വാർ ഇന്ത്യയിലെ പട്ടാളക്കാർ വളരെ വാലിയന്റ് ആയിട്ട് ഫൈറ്റ് ചെയ്ത ഒരു വാറായിരുന്നു. നമ്മളുടെ ശത്രുവായ പാകിസ്ഥാന്റെ നഫോറിയസ് ആയിട്ടുള്ള ഡിസൈൻസിനെ ഇന്ത്യൻ പട്ടാളം പരാജയപ്പെടുത്തിയ ഇതാണ് 1990 കാർഗിൽ വാർ. ദാറ്റ് ടൈം പ്രൈം മിനിസ്റ്റർ വാസ് അടൽ ബിഹാരി വാജ്പേയി. ഇന്ത്യ മേഡ് എ കൺവിൻസിംഗ് വിക്ടറി അഗൈൻസ്റ്റ് Pakistan, and many of our soldiers sacrificed their lives for the nation. Okay, അപ്പം ഇന്നലെ അവരെല്ലാവരും നമ്മൾ ഓർക്കുന്ന ദിവസമായിരുന്നു കാർഗിൽ വിജയ് ദിവസ്. ഇന്നലത്തെ കാർഗിൽ വിജയ് ദിവസിന്റെ പ്രത്യേകത ഉണ്ട്. കാർഗിൽ വിജയ് ദിവസ് എന്നാണ്? ജൂലൈ 26 ആണ്. ജൂലൈ 26. ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത 25th ആനിവേഴ്സറി ആയിരുന്നു. 25ാം വർഷമായിരുന്നു. അപ്പൊ പ്രധാനമന്ത്രിയൊക്കെ മീറ്റിംഗിലൊക്കെ പങ്കെടുത്തതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ അഗ്നിപത് സ്കീം നമുക്ക് ഒരുപാട് വിമർശനം നേരിടുന്ന ഒരു സ്കീമാണ്. 4 ഇയേഴ്സിലേക്കുള്ള മിലിറ്ററിയിലേക്കും നേവിയിലേക്ക് എയർഫോഴ്സിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. പെർമനന്റ് അല്ല, പെർമനന്റ് അല്ല, ടെമ്പററി ആണ്. 4 ഇയേഴ്സിലേക്ക് 17.5 17.5 വയസ്സ് തൊട്ട് 21 വയസ്സുള്ളവർക്കാണ് അത് അപ്ലൈ ചെയ്ത് കയറാനൊക്കെ പറ്റുന്നത്. ഇപ്പം പക്ഷേ പല സ്റ്റേറ്റ് ഗവൺമെന്റുകളും അതിൽ 25 വരെ സൈന്യത്തിൽ അപ്രൂവ് ഉള്ളൂ. ബാക്കി 75% പേരെ 20% പേരെ അപ്രൂവ് ചെയ്യും. ബാക്കി 75% പേരെ പറഞ്ഞു വിടുമ്പോൾ വലിയ എമൗണ്ട് ഒക്കെ കൊടുത്താൽ പറഞ്ഞു വിടുന്നത്. ആ 75% ആൾക്കാർക്ക് ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, അങ്ങനെ ഹരിയാന, അങ്ങനെ പല സ്റ്റേറ്റുകളും ഇപ്പം റിസർവേഷൻ കൊടുക്കാൻ പോയി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ വലിയ പ്രോബ്ലം ഉണ്ടാകത്തില്ല. അപ്പൊ എന്തായാലും അത് കുറെ ഒപ്പോസിഷൻ ഒബ്ജക്ട് ചെയ്യുന്ന ഒരു സ്കീമാണ്, ക്രിട്ടിസൈസ് ചെയ്യുന്ന. പിന്നെ ആസിയാൻ കോർണർ സ്റ്റോർ ഓഫ് ഇന്ത്യസ് ആക്ട് ഈസ്റ്റ് പോളിസി. ഇത്തിരി മുമ്പേ ഞാൻ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ. അതിൽ മെയിനായിട്ട് ആസിയാൻ കൺട്രീസുമായിട്ടുള്ള ബന്ധം ഇംപ്രൂവ് ചെയ്യണം ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ആസിയാന്റെ മീറ്റിംഗ് നടക്കുകയാണ്. ആസിയാൻ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ്, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് നടക്കുന്ന ലാവോസിലാണ്. ലാവോസ് എന്ന് പറയുന്ന രാജ്യമാണ്. ലാവോസിന്റെ ക്യാപിറ്റലായ വിയന്റിയാനിലാണ് നടക്കുന്നത്. അത് അറിഞ്ഞു വെച്ചേക്കണം. ഇപ്പൊ ജയശങ്കറാണ് ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനടുത്ത പേജിൽ പോകുമ്പോ ഒരു 2 കാര്യം പറയാം. India US signed agreement to protect cultural heritage. India and US on Friday signed a cultural property agreement aimed at enhancing cooperation to protect cultural heritage of both countries. അപ്പോൾ റീസെന്റ് ആയിട്ട് കൾച്ചറൽ ഹെറിറ്റേജ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്ത രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ആരെങ്കിലും ഒരു എക്സാമിന് ചോദിച്ചാൽ അത് US-ഉം ഇന്ത്യയാണ്. അതായത് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം സ്റ്റോളൻ ആയിട്ടുള്ള ഇന്ത്യ എന്നുള്ള എന്തെങ്കിലും ഐഡൽസോ എന്തെങ്കിലും US-ൽ കൊണ്ടുപോയി, അതുപോലെ US-ൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു. അപ്പം ഇതൊക്കെ പെട്ടെന്ന് തിരിച്ച് അതാത് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രോസസ്സൊക്കെ നടത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ അഗ്രിമെന്റ് യൂസ് ചെയ്യുന്നത്. കൾച്ചറൽ പ്രോപ്പർട്ടി അഗ്രിമെന്റ്സ് പ്രിവെന്റ് ഇല്ലീഗൽ ട്രേഡ് ഓഫ് കൾച്ചറൽ പ്രോപ്പർട്ടി ആൻഡ് സിംപ്ലിഫൈ ദ പ്രോസസ് ബൈ വിച്ച് ലൂട്ടഡ് ആൻഡ് സ്റ്റോളൻ ആന്റിക്വിറ്റീസ് മേ ബി റിട്ടേൺ ടു ദെയർ കൺട്രി ഓഫ് ഒറിജിൻ എന്നാണ്. പിന്നെ AI ഇന്ത്യയിൽ തുടർച്ചയായിട്ടുണ്ടാകുന്ന എയർപോർട്ടുകളിലെ ഫയർ ആക്സിഡന്റ്സിനെ കുറിച്ച് എന്താണ്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ബിസിനസ് പേജിൽ നിന്ന് അങ്ങനെ വലുതായിട്ട് പറയാനൊന്നുമില്ല. ഇവിടെ ഒരു കാര്യമുണ്ട്. ഗവൺമെന്റ് ഓൺ ട്രാക്ക് ടു റെഡ്യൂസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അതായത് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ ഡിഫറൻസ് ആണ്. ഇപ്പൊ എക്സ്പെൻഡിച്ചർ കൂടുതലായിട്ടും റവന്യൂ കുറഞ്ഞിരിക്കുമ്പോഴാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് 4.9% ഓഫ് GDP ആണ്. അതൊരു ലോഡബിൾ ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആണ്. ബൈ 2026 ഇന്ത്യ വിൽ റെഡ്യൂസ് our fiscal deficit to 4.5% of GDP, and India's ambitious target is to reduce our fiscal deficit to 3.3% of GDP. അതാണ് നമ്മൾ FRBM ആക്ട് പറയുന്നത്. FRBM ആക്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആക്ട് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നമ്മൾ തീരുമാനിക്കുന്നത്. FRBM ആക്ട് എന്താണെന്ന് പറഞ്ഞുതരാം. FRBM ആക്ട്, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട്. FRBM ആക്ട് 2003 വരുന്നത്. ആണ് ഒരു സെക്കൻഡ്, ആണ് 2003.
ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് 2003 അനുസരിച്ച് 3% ഓഫ് GDP അതിലേക്ക് എത്തിക്കണം. ഐഡിയലി നമ്മളുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് അത് റിയാലിറ്റി ആക്കാൻ എല്ലാ സാധ്യതയും ഇന്ത്യക്ക് ഉണ്ടെന്നാണ് ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് റേറ്റിംഗ് പറഞ്ഞേക്കുന്നത്. ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് റേറ്റിംഗിന്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞേക്കുന്നത്. ഫിച്ച് അമേരിക്കൻ സ്ഥാപനമാണത്. പിന്നെ ഇവിടെ വേറെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇന്നലെ നന്നായിട്ട് പെർഫോം ചെയ്തു, അതിനെ കുറിച്ചുള്ള ന്യൂസുകൾ വേറെ ഒന്നും ഇവിടെ പറയാനില്ല. അതിനടുത്ത പേജ് പോകുമ്പോൾ ഇന്റർനാഷണൽ പേജ് പോകുമ്പോൾ ശ്രീലങ്കയിലെ പ്രസിഡന്റ് ഇലക്ഷൻ. ഞാൻ പറഞ്ഞില്ല, ഈ വർഷം 2024 ഈസ് ദ ഇയർ ഓഫ് ഇലക്ഷൻസ്. Almost all the countries are going to election. India conducted its election successfully, and we got a new government. Britain got a new government. America is going to get a new government. അങ്ങനെ ലോകത്തിലെ പ്രധാന സൗത്ത് ആഫ്രിക്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, every countries are going to election, and Sri Lanka, one of our neighboring countries, is also going to election on September 21. ശ്രീലങ്കയുടെ പ്രസിഡന്റ് റാനിൽ വിക്രമസിംഗെ. ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ അമേരിക്കയെ പോയിട്ട് അവിടുത്തെ കോൺഗ്രസിനെയൊക്കെ അഡ്രസ് ചെയ്തു. അടുത്ത ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആവാൻ പോകുന്ന കമല ഹാരിസുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഫോട്ടോയാണ് ഈ കാണുന്നത്. വേറെ ന്യൂസുകളൊന്നും നമുക്ക് അവിടെ ആവശ്യമുള്ളതല്ല. പിന്നെ സ്പോർട്സ് പേജ്, ഇതിപ്പോ വീക്കെൻഡ് സ്പോർട്ടാണ്, അത് നമുക്ക് വേണ്ട. അത് എല്ലാ സാറ്റർഡേയിലും വരുന്ന 2 പേജുകളാണ്. പിന്നെ സ്പോർട്സ് പേജിൽ പാരീസ് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തു, ഇന്നലെ ഒഫീഷ്യലി ഇനാഗുറേറ്റ് ചെയ്തു. അവിടെ ആ പേജിലൊന്നും നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിനടുത്ത പേജിൽ ഇന്ത്യ ഇന്ന് ഹോക്കിയിൽ ന്യൂസിലാൻഡ് ഇന്നലെ കളിക്കാൻ ഇറങ്ങാൻ പോയി, അതിനെ കുറിച്ചുള്ള ന്യൂസൊക്കെ ഉണ്ട്. വേറൊന്നുമില്ല. അതിനടുത്ത പേജ് വേണ്ട. അതിനടുത്ത പേജ് ഫോർമുല 1 റേസിന് നടക്കാൻ പോണ ഫോർമുല 1 റേസിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. നടന്നു കഴിയുമ്പോൾ ആര് ജയിച്ചെന്നൊക്കെ നമുക്ക് നോക്കാം. അവിടെയും വേറെ ഒന്നും പറയാനില്ല. ഇവിടെ നമുക്കൊരു കാര്യം പറയാനുണ്ട്. SC to examine if governors are subverting federalism എന്ന് വരുന്ന ഒരു ന്യൂസ്. സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പുതുതായിട്ടൊരു കേസ് പരിഗണിക്കാൻ പോയാണ്. അതായത് ഫെഡറലിസം എന്ന് പറയുന്നതാണ് സ്റ്റേറ്റുകൾക്കും സെന്ററിനും പവേഴ്സ് ഉള്ളൊരു സ്ട്രക്ചർ, ഒരു പവർ ഷെയറിംഗ് സ്ട്രക്ചറിനെയാണ് ഫെഡറൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയില് ഫുൾ ഫെഡറലിസം ഒന്നുമല്ല, ഒരു ക്വാസി ഫെഡറലിസം ആണ്. ഫുൾ ഫെഡറലിസം ആണെങ്കിൽ സ്റ്റേറ്റുകൾക്ക് അൺലിമിറ്റഡ് പവേഴ്സ് കാണും. അമേരിക്കയിലൊക്കെ ഫുൾ ഫെഡറലിസം ആണ്. അപ്പൊ ഇന്ത്യയിൽ ഫെഡറലിസം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഗവർണേഴ്സിനൊക്കെ പവേഴ്സ് ഉണ്ടെങ്കിലും സ്റ്റേറ്റുകൾക്ക് അവരുടേതായ പവേഴ്സ് ഉണ്ട്. ഗവർണർ സെൻട്രലിന്റെ റെപ്രസെന്റേറ്റീവ് ആണല്ലോ. അപ്പം ഈ നമ്മളുടെ ഗവർണർ ഇപ്പോ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ ഫെഡറലിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡുകൾ എടുക്കുന്നു എന്നുള്ള പേരിൽ കേരള ഗവൺമെന്റ് സുപ്രീം കോടതി അപ്രോച്ച് ചെയ്തു. ആ സുപ്രീം കോടതി അങ്ങനെ കേരള അപ്രോച്ച് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഇപ്പൊ ഗവർണേഴ്സിന്റെ ആക്ഷനെ കുറിച്ച് പരിശോധിക്കാൻ വേണം. ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഗവർണർ അവർക്ക് ബില്ലായി ഇപ്പം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കുന്ന ഒരു നിയമം ഗവർണർ അപ്രൂവ് ചെയ്താലേ ഇത് ആക്ട് ആവുള്ളൂ. അപ്പൊ ഗവർണർ പലപ്പോഴും എന്താണ് ചെയ്യുന്നത്, ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഇടയ്ക്ക് 10 ഇതുപോലുള്ള ബില്ലുകൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്താൽ 7 അദ്ദേഹം കൈവച്ചിരുന്നു, തീരുമാനമൊന്നും എടുക്കാതെ 2 വർഷം. ഇനി 2 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് തിരിച്ചയക്കാം, വേണമെങ്കിൽ കറക്ഷൻ ഇന്ന കറക്ഷൻസ് വേണമെന്ന് പറഞ്ഞു. അത് ചെയ്യാതെ അദ്ദേഹം പ്രസിഡന്റിന് അയച്ചു. 2 വർഷം കഴിഞ്ഞിട്ടാണ്, 2 വർഷം കൈവച്ചിട്ട്. പ്രസിഡന്റ് എന്തോ ചെയ്തു, പ്രസിഡന്റ് അത് മിക്ക നിയമങ്ങളും റിജക്ട് ചെയ്തു വിത്തൗട്ട് ഷോയിങ് എനി റീസൺ. അപ്പം യഥാർത്ഥത്തിൽ ഗവർണറിന് അത് അങ്ങോട്ട് അയക്കേണ്ട ആവശ്യമില്ല പ്രസിഡന്റ്. കാര്യം ഇത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ മാത്രമേ അത് ഗവർണർ പ്രസിഡന്റിനെ റെഫർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിലൊന്നിലും തന്നെ അത്തരത്തിലുള്ള സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന കാര്യമല്ല. അപ്പൊ ഗവർണറിന് there was no need to send those bills to the president of India. So, and actually he sent those bills also after the elapsing of 2 years. 2 വർഷം കൈ വെച്ചിരുന്നില്ല. അപ്പൊ അവിടെ ചെന്നപ്പോൾ എന്താണ്, സ്റ്റേറ്റിന്റെ അധികാര പരിധിയിൽ വരുന്ന ഇതായിരുന്നിട്ട് പോലും അത് പ്രസിഡന്റ് ഒരു റീസണും കാണിക്കാതെ റിജക്ട് ചെയ്തതാണ്. അപ്പൊ സ്റ്റേറ്റിന്റെ അധികാരത്തിന്റെ അകത്തുള്ള എൻക്രോച്ച്മെന്റ് ആണ് ഈ കേസിൽ നടക്കുന്നത്. ഇങ്ങനെ ഗവർണേഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാണ് കേരളം ഉൾപ്പെടുന്ന സ്റ്റേറ്റുകളുടെ പെറ്റീഷൻ ഇൻ സുപ്രീം കോർട്ട്. അപ്പൊ അവരിത് പരിശോധിക്കാൻ പോയാ. ഓക്കെ, പിന്നെ ഇവിടെ നിതി ആയോഗിനെ സ്ക്രാപ്പ് ചെയ്യണമെന്നൊക്കെ മമതാ ബാനർജി പറഞ്ഞു. നിതി ആയോഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ പ്ലാനിംഗ് കമ്മീഷൻ എന്നൊരു സംവിധാനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതിനെ റീപ്ലേസ് ചെയ്താണ് നിതി ആയോഗ് വന്നത്.
അതിന്റെ വൈസ് ചെയർമാൻ ഇപ്പോ സുമൻ ബെറിയാണ്, ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. BVR സുബ്രഹ്മണ്യം ആണ് ഒരു CEO, അതിനൊരു CEO ഉണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, BVR സുബ്രഹ്മണ്യം. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പം ഇന്ത്യയിലെ ഒരു സൈറ്റും കൂടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക്, യുനെസ്കോ ആണല്ലോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സൈറ്റുകൾ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുണ്ട്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ഇപ്പോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയാണ് അനൗൺസ് ചെയ്തത്. അതിന്റെ മീറ്റിംഗ് തന്നെ ഡൽഹിയിലാണ് ഇപ്പൊ നടന്നത്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വെച്ച് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ മീറ്റിംഗ് നടക്കുന്നത് യുനെസ്കോയുടെ. അപ്പം ഈ ആസാം ബ്രിട്ടീഷുകാർ വരുന്നത് വരെ ഭരിച്ചിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് അഹോം എന്ന് പറഞ്ഞ ഡൈനാസ്റ്റി. ആസാം ഭരിച്ചിരുന്ന അഹോം, AHOM, ആസാമിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റോയൽ ഡൈനാസ്റ്റി ആയിരുന്നു അഹോം. ബ്രിട്ടീഷുകാർ വരുന്നവരെ അവരായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പൊ അഹോം ഡൈനാസ്റ്റിയുടെ ബറിയൽ ഗ്രൗണ്ട് അതാണ് ഈ ഫോട്ടോയിൽ കാണുന്ന അഹോം ഡൈനാസ്റ്റിയിൽ രാജാക്കന്മാരെയൊക്കെ അടക്കാൻ വെച്ചിരുന്ന ബറിയൽ ഗ്രൗണ്ട്. ഇത് ഈജിപ്തിലെ മമ്മികൾ ഒക്കെ പോലെ അല്ലെങ്കിൽ ഈ പിരമിഡ് ഒക്കെ പോലെ ഉള്ള ഒരു സംഭവമാണ്. ആ പിരമിഡ് പോലെ അല്ല, എന്നാലും അതുപോലെ ഒരു ഹെറിറ്റേജ് സംഭവമാണ്. അപ്പൊ അത് ബറിയൽ മൗണ്ട്സ് ഓഫ് ദ അഹം ഡൈനാസ്റ്റി, അതാണ് ഈ വർഷം ഇന്ത്യയിൽ നിന്ന് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട ഒരു സംഭവം, അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത പേജിലൊന്നും നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല. ചാർധം പിൽഗ്രിമേജിനെ കുറിച്ചുണ്ട്. ചാർധം പിൽഗ്രിമേജ് എന്താണ്? ഉത്തരാഖണ്ഡിലെ 4 ക്ഷേത്രങ്ങളിലേക്കുള്ള ഹിന്ദു പിൽഗ്രിമേജിനാണ് ചാർന്ന പേര് വരാൻ തന്നെ 4 ക്ഷേത്രമായിട്ടാണ്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരിനാഥ്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരിനാഥ്. പിന്നെ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അപ്പൊ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ ഫുൾ ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അപ്പൊ വായിക്കുക. നാളെ നമുക്ക് ക്ലാസ് ഇല്ല, സൺഡേ അല്ലേ. പിന്നെ നമ്മുടെ മൺഡേ മീറ്റ് ചെയ്യും 2 ന്യൂസ് പേപ്പറുമായിട്ട്. അപ്പൊ വീഡിയോ എല്ലാവരും കാണുക, കമന്റ് ദയവായി ചെയ്യുക. വളരെ കുറച്ച് പേര് ഇപ്പൊ കമന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഉള്ള വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.